അത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ 14 ജില്ലകളിലെ DCCകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യേണ്ടതും എന്നാൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുകയും ചെയ്യുന്നത് തലസ്ഥാന നഗരിയിലെ DCC ആണ്. ഒരുപാട് സമരമുഖങ്ങൾക്ക് വേദിയാകേണ്ടുന്ന തലസ്ഥാനത്ത് പാലോട് രവിയെ പോലെ തന്തവൈവുള്ള ഒരാളെയാണ് DCC അധ്യക്ഷനായി ഇപ്പോഴത്തുള്ളത്. പുതിയ പേരുകൾ കേൾക്കുന്നത് ശബരിനാഥിൻ്റെതാണ്. ശബരിനാഥൊക്കെ എന്തുമാത്രം രീതിയിൽ DCCയെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിന്റെ ഒരു പ്രവർത്തന രീതിയുണ്ട്. അറ്റാക്ക് ചെയ്യേണ്ടടുത്ത് അറ്റാക്ക് ചെയ്യും, സമാധാനം പറയേണ്ടടുത്ത് സമാധാനം പറയും. കേരളയിൽ സമരം മുതൽ ഷിയാസിന്റെ രീതികളോടൊക്കെ നമുക്ക് ഭയങ്കര യോജിപ്പാണ്. ഒരു പ്രവർത്തകൻ ഒരു പ്രശ്നം വന്നാൽ ഷാഫി പറമ്പിൽ നിന്നൊക്കെയാണ് ഈ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ അത് കണ്ടിട്ട് മുണ്ടുമടക്കി കൊടുത്ത് മറന്ന പറയുന്ന ഒരു സാധനമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഷിയാസ് പ്രതികരിക്കും. ഷിയാസിനൊപ്പം ആള് കൂടും. DCC ഓഫീസിന് മുന്നിൽ പണ്ട് ഒരു പോലീസുകാരനെ വരട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കുത്തട്ടോളം പ്രശ്നത്തിലൊക്കെ കണ്ടതാണ്. സത്യത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു ഷിയാസ് മോഡലിൽ ഒരു DCC അധ്യക്ഷൻ വേണ്ടി ഇവിടെ നമ്മുടെ കേരള രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വങ്ങൾ, അതിന് കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, സംസ്ഥാന നേതൃത്വം നൽകുന്ന സമര പ്രഖ്യാപനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങളിൽ തന്നെയാണ്. അവിടെയാണ് കരുത്തുള്ള DCCകളും ജില്ലാ കമ്മിറ്റികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായി വരുന്നത്. ഭരണപക്ഷ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ നമുക്കറിയാലോ, കോൺഗ്രസ് അത്ര കണ്ട് സമരസംഘടനയൊന്നുമല്ല. കോൺഗ്രസ് എത്ര കണ്ട് സമരങ്ങൾ ചെയ്താലും കോൺഗ്രസിൻ്റെതായ ഒരു തണുപ്പൻ രീതിയൊക്കെ കോൺഗ്രസിൻ്റെ സമരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നമുക്ക് കളക്ട്രേറ്റുകളിലേക്കും മറ്റും മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. വലിയ തോതിലുള്ള ആളുകളെ കൂട്ടിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായി മാറേണ്ടത് തിരുവനന്തപുരം തന്നെയാണ്. കാരണം നമുക്കറിയാം, സർക്കാരിൻ്റെ ഭരണപരമായ എല്ലാ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ്, നിയമസഭ തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളൊന്നും അത്ര കണ്ട് സജീവമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ആണ് സമരങ്ങൾ നയിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. ഈ നിമിഷം വരെയും സെക്രട്ടേറിയറ്റിലേക്കോ നിയമസഭയിലേക്കോ കോൺഗ്രസിൻ്റെതായ സമരങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഒരു സമരസംഘടന അല്ലാത്ത കോൺഗ്രസ്സിന് ഇതേപോലൊരു DCCയെ വെച്ചുകൊണ്ട് തിരുവനന്തപുരം പോലെ ഒരു തലസ്ഥാനത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് നമുക്ക് മുൻപിലുള്ളത് വെറും 1.5 വർഷക്കാലം മാത്രമാണ്. ഈ 1.5 വർഷക്കാലം കൊണ്ട് ഈ സർക്കാരിൻ്റെ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനുമുണ്ട്. ആ ഉത്തരവാദിത്വം പ്രസ്താവനകളിലൂടെയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബൈറ്റായോ രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താണ് നടക്കേണ്ടത്? സമരങ്ങളാണ് നടക്കേണ്ടത്. സമരങ്ങളുടെ വലിയൊരു വേലിയേറ്റങ്ങളുടെ ഒരു സമയമാണിത്. പക്ഷേ ആ സമരങ്ങളുടെ വേലിയേറ്റങ്ങളെ മുന്നിൽ നിന്നും നയിക്കുവാൻ തിരുവനന്തപുരം DCCക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് ശരി തന്നെയാണ്. ഈ പാലോട് രവിയുടെ നേതൃത്വത്തിലുള്ള ഒരു DCC എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിർജ്ജീവാവസ്ഥയിലാണ് പോകുന്നത്. പക്ഷേ പുനഃസംഘടന വരുമ്പോൾ കേൾക്കുന്ന പേര് ശബരിനാഥിൻ്റെതാണ്. ശബരിനാഥൻ എങ്ങനെയാണ് ഒരു പാർട്ടി ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുക? എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. കാര്യം വേറെ കൊണ്ടല്ലേ, ശബരിനാഥിൻ്റെ ഒരു എൻട്രി നമുക്കറിയാം. ബഹുമാനായ G. കാർത്തികേയൻ്റെ മരണം, അതേ തുടർന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന IT പ്രൊഫഷണലായ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, MLA ആകുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു പാർട്ടിയെ ജില്ലാ തലത്തിലൊക്കെ നയിക്കാൻ ഈ പാർട്ടിയുടെ ഒരു KSU രാഷ്ട്രീയത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പാർട്ടി മാറി വന്ന ആളായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എങ്ങും കേട്ടിട്ടില്ലാത്ത, ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്നും കേട്ടിട്ടില്ലാത്ത ഒരു പേര് ആരാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു രീതികളും ഒരു തണുപ്പൻ മട്ടിലുള്ള രീതികളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ശബരിനാഥ് ആ ഒരു സ്ഥാനത്തേക്ക് സ്യൂട്ടാവാൻ പോകുന്നത്? ശബരിയുടെ പിതാവ് G. കാർത്തികേയൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കൗശലക്കാരനായ നേതാവായിരുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസിനെ ഉജ്ജ്വലമായി നയിച്ചൊരു നേതാവായിരുന്നു G. കാർത്തികേയൻ. G. കാർത്തികേയൻ്റെ മരണത്തെ തുടർന്നാണ് ശബരി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. ശബരിയുടെ എൻട്രി തന്നെ MLA ആയി തന്നെയാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹം സജീവമാകുന്നത്. പിന്നീട് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. അദ്ദേഹം പരാജയപ്പെടുന്നതിന് തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിലേക്ക് ശബരിക്ക് 5 വർഷം കൊണ്ട് പോലും എത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പിന്നീട് MLA സ്ഥാനം നഷ്ടപ്പെടുമ്പോഴും ശബരിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ട് ശബരി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും സമരരംഗങ്ങളിലും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ശരീരഭൂഷമല്ലോ അല്ല അദ്ദേഹത്തിന്റെ. അല്ലെങ്കിൽ ശബരിനാഥന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയ സമയത്തെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെങ്കിലും ആകാൻ പറ്റും. ഇവിടെ തിരുവനന്തപുരത്ത് സമരങ്ങളും സമരവേലിയേറ്റങ്ങളായാലും പ്രതിഷേധ മാർച്ചുകളൊക്കെ നടക്കുന്ന സമയത്ത് ആളുകളെ പിന്നിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു റോൾ മാത്രമായിരുന്നു ശബരിക്ക് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് സമരങ്ങളിൽ കുറേയും കൂടി അഗ്രസീവായിട്ട് ഇടപെടുന്ന അല്ലെങ്കിൽ ഒരു സമരങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു
ശരീരശൈലിയൊന്നുമല്ല ശബരിയുടേത്. പിന്നീട് പല വിഷയങ്ങളിലും ഭരണപക്ഷത്തേക്ക് കടന്നാക്രമിക്കുന്നതിലും ശബരി ഏറെ പിന്നിലാണ്. ശബരി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ചില സമീപനങ്ങൾ. പിന്നീട് ശബരിയുടെ ഭാര്യ അറിയാം, കളക്ടറായിരുന്ന ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആയിട്ട് ദിവ്യയുടെ പല രീതികളും, ദിവ്യ പലപ്പോഴും സർക്കാരിൻ്റെ പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് അനുകൂലമായ തരത്തിൽ പലപ്പോഴും പെരുമാറുന്നുണ്ട്. ഈ പെരുമാറ്റമെല്ലാം ശബരിക്ക് വിനയായി പലപ്പോഴും മാറുന്നുണ്ട്. അതായത് ദിവ്യക്കെതിരായി വലിയ സൈബർ ആക്രമണം പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ സൈബർ പ്രവർത്തകരൊക്കെ നടത്തുമ്പോൾ അത് നേരെ ശബരിക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ശബരി കോൺഗ്രസിനുള്ളിൽ ഒരു ഘട്ടത്തിൽ ഐ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ഐ ഗ്രൂപ്പിനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശബരി ഉൾപ്പെടെയുള്ളവർ KC വേണുഗോപാലിനൊപ്പം നിൽക്കുമ്പോൾ ശബരിക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുവാനുള്ള എൻട്രി എളുപ്പമാകും. പക്ഷേ പാലോട് രവി മാറി അതിനപ്പുറത്തേക്ക് തലസ്ഥാനത്ത് കുറേയും കൂടി പ്രവർത്തകരെ ഒപ്പം നിർത്തുവാൻ കഴിയുന്ന, കുറേയും കൂടി ആളുകളെ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന ഒരാൾ DCCയുടെ തലപ്പത്തേക്ക് വന്നാൽ മാത്രമേ അത് കോൺഗ്രസിന് ഗുണകരമാകൂ. കാരണം തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെയും സമരങ്ങളിലെയും തിരുവനന്തപുരത്തെ ഒരു സമരമെന്ന നിലയിലല്ല, കേരളത്തിൻ്റെ ക്ഷോഭങ്ങളായിട്ടാണ് പലപ്പോഴും നോക്കിക്കാണുന്നത്. പല അധികാര മാറ്റങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾക്ക് വേദിയായ ഇടം കൂടിയാണ് തലസ്ഥാനം. കുറേയും കൂടി കോൺഗ്രസ് DCCയുടെ കാര്യത്തിൽ കുറേയും കൂടി ഒരു ശ്രദ്ധ കാട്ടിയില്ലെങ്കിൽ അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലം, അതായത് UDFന്റെ ഒരു ഉരുക്കുകോട്ടയായിരുന്ന ഒരു മണ്ഡലമാണ് കൊണ്ട് കളഞ്ഞതെന്ന്. ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആണ് അദ്ദേഹം ഇപ്പോൾ. എന്തായാലും അവിടെ ശബരിനാഥ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് പകരം പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക്, പുതിയ വെച്ചുപുറങ്ങൾ തേടി പോയാൽ രണ്ടിനും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ നമ്മുടെ അടൂർ പ്രകാശ് അദ്ദേഹം നിയമസഭ നോക്കി തിരിച്ചു കോന്നിയിലേക്ക് വരും, ഇനി സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു കേട്ട പേരാണ് കെ ശബരിനാഥൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അവിടെ മത്സരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്നാൽ DCC അധ്യക്ഷനെങ്കിൽ DCC അധ്യക്ഷൻ, കാരണം നിയമസഭയിലേക്ക് ജയിക്കാനൊക്കെ പാടാണെന്ന് ഉള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷെ കൃത്യമായി പറയട്ടെ, ഈ തിരുവനന്തപുരം DCC അധ്യക്ഷൻ, അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് ഷിയാസിന്റെ ഒക്കെ പേര് എടുത്തു പറയുന്നത്. നമുക്ക് ഒരു DCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നൊരു മുഖമാണ് മുഹമ്മദ് ഷിയാസിൻ്റെത്. മറ്റുള്ളവരുടെ ഒക്കെ പേരുകൾ ഉണ്ടെങ്കിൽ പോലും, കാരണം അതായത് അത്രയും അഗ്രസീവായിട്ടാണ് ആ ഒരു സമരമുഖങ്ങളിൽ നിൽക്കുന്നത്. കൃത്യമായ എല്ലാ വിഷയങ്ങളിലും ഇപ്പം നമുക്ക് വാർത്തകളിൽ മുഹമ്മദ് റിയാസിന്റെ പേര് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും കേൾക്കും. അത്രത്തോളം സമര പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു നല്ല DCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ വരാതെ പാർട്ടി ഇവിടെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഇവിടെ നമുക്കറിയാം. KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രധാനമായും ആളുകൾ ചർച്ച ചെയ്ത് ഗ്രൂപ്പിന് അതീതമായി കോൺഗ്രസിനകത്ത് എന്തോ വലിയ മാറ്റം നടക്കുന്നു, ഗ്രൂപ്പിനപ്പുറത്തേക്ക് കോൺഗ്രസ് ചിന്തിക്കുന്നു. ഒരുപക്ഷെ DCCയുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലും ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്താണ് 14 ജില്ലകളിലും DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനകത്ത് എറണാകുളമാകട്ടെ, മലപ്പുറം ആകട്ടെ, കണ്ണൂരാകട്ടെ, ഈ 3 ജില്ലകളിലും കോഴിക്കോട് ഉൾപ്പെടെ ഈ 4 ജില്ലകളിലും മികച്ച രീതിയിൽ DCCകൾ പിന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം ജില്ലകളിലും DCC നിർജ്ജീവമാണ്. എന്നാൽ DCC നിർജ്ജീവമാകുന്നതിന് മറ്റു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ഈ ഗ്രൂപ്പുകളുടെ പിന്തുണ DCC അധ്യക്ഷന്മാർക്കില്ല എന്നത് തന്നെയാണ്. കാരണം മുമ്പൊക്കെ എ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിക്കൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് DCCയുടെ താമരത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ആളുകൾ നോമിനിയാണ്. നമുക്കറിയാം, രഘുത്തേട്ടനറിയാം, കൊല്ലം DCC പ്രസിഡന്റിന്റെ സാഹചര്യവും മറിച്ചൊന്നുമല്ല. ആരാണ് കൊല്ലം DCC പ്രസിഡന്റിന്റെ ഗോഡ് ഫാദർ എന്ന് രഘുത്തേട്ടൻ? അതെ അതെ. അതിന്റെ പോരായ്മകൾ കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ഇപ്പോഴുണ്ട്. മുമ്പ് ബിന്ദുകൃഷ്ണ നയിച്ചപ്പോൾ പോലും, അല്ലെങ്കിൽ അതിനു മുമ്പ് കൊടുക്കുന്ന സുരേഷായിരുന്നപ്പോഴും കോൺഗ്രസ് ഈ രീതിയിലല്ല കൊല്ലത്തിലുണ്ടായിരുന്നത്. അതേപോലെ പല ജില്ലകളിലും സാഹചര്യം അത് തന്നെയാണ്. മറ്റു ജില്ലകളെ പോലെയല്ല തിരുവനന്തപുരം, പ്രത്യേകിച്ച് തലസ്ഥാനം. ആറ്റിങ്ങലോ മറ്റൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വളരെ എനർജറ്റിക്കായിട്ട് ലത്തീഫ് എന്നോ മറ്റോ ആണ് പേരെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ കൃത്യമായി നഗരത്തിൽ സംഘടിപ്പിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. ഇപ്പം മാർച്ചുകളാവട്ടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ മാർച്ചുകളിലൊക്കെ നിയന്ത്രിച്ചിരുന്നതും അദ്ദേഹമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതൊക്കെ തലസ്ഥാനത്തെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു തീരുമാനം ആളുകൾക്കിടയിൽ സജീവമായ ഒരു യുവ മുഖത്തെ തിരുവനന്തപുരത്തെ DCCയുടെ താക്കോൽ ഏൽപ്പിക്കുക
ലഭിക്കുക എന്നത് തന്നെയാണ്. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ എല്ലാ പാർട്ടികളും വേണം, പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റ് പാർട്ടികളും ഒക്കെ ശക്തമായി നിന്നാലേ രാഷ്ട്രീയത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു ഭയം ഉണ്ടാകുള്ളൂ. അതായത് അഴിമതി ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും ഈ DCC പ്രസിഡന്റിന്റെ പഞ്ചായത്ത് പോലും സമീപകാലത്ത് കോൺഗ്രസിനെ കൈവിട്ടു പോകുന്നൊരു അത്തരത്തിലൊരു ഘട്ടത്തിൽ പുള്ളി രാജിക്ക് തയ്യാറാണ് എന്ന് പോലും പറയുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടറിയാം എന്ത് സംഭവിക്കും.